السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. وبحق إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صلى الله عليه وعلى آله وصحبه وسلم تسليما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ദീനിന്റെ ഖാദിമീങ്ങളെ, ബഹുമാനമുള്ള ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരും ഇതിനെ മനോഹരമാക്കുന്നതിന് വേണ്ടി പല ദിവസങ്ങളായി നടന്ന ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന് ഇതിനോട് സഹകരിച്ചവരുമായ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുകയും അള്ളാഹിൻ്റെ പ്രത്യേക പൊരുത്തം അള്ളാഹു നമുക്ക് തുറന്നു തരികയും ചെയ്യട്ടെ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രത്യേകമായി ഇവിടുത്തെ ദുആ അവസാനിച്ച് പിരിയുന്നതോടുകൂടെ ഈ റമദാനിലെ ഏറ്റവും പുണ്യപ്പെട്ട മജ്‌ലിസിൽ പങ്കെടുത്ത ബറക്കത്തും ഖൈറും അള്ളാഹു തആല തുറന്നു തരട്ടെ. ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേരേണ്ട, ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേരേണ്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സയ്യിദുമാർ, അല്ലാഹു തആല ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് എന്തെങ്കിലും ഒരു സോക്കടായാൽ അത് വളരെ താല്പര്യപൂർവ്വം ചികിത്സിക്കുകയും അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ഒരു പിതാവിനെ പോലെ ശംസുൽ ഉലമയെ അവിടുത്തെ ആരോഗ്യവും അനാരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന, മരണം വരെ
പല ഘട്ടങ്ങളിലും ആരോഗ്യകാര്യങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ഉപദേഷ്ടാവും കാര്യമൊക്കെ ആയിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഫറോക്കിലെ കോയാസിലെ കോയ ഡോക്ടർ വളരെ പ്രയാസകരമായ ഒരു രോഗത്തിന് അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ, സമ്പൂർണ്ണ ശിഫ നൽകി. ആലിമീങ്ങളോട് വളരെ ആദരവുള്ള ഒരാളാണ് അദ്ദേഹം. അവിടുത്തെ മാനേജറും സുന്നത്ത് ജമാഅത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള വലിയൊരു സഹായമായിരുന്ന അബ്ബാസ് ക കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് റമളാൻ്റെ തൊട്ട് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. കോയ ഡോക്ടർ രോഗത്തിലാണ്. അള്ളാഹു തആല എന്ത് പ്രയാസമാണെങ്കിലും അള്ളാഹു നീക്കി സമ്പൂർണ്ണ ശിഫ നൽകട്ടെ. വേറെയും കുറേ ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസം നീക്കി കൊടുക്കുകയും എല്ലാവർക്കും അള്ളാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്ത മതിവരാത്ത ഒരു മഹാനായ മനുഷ്യൻ്റെ ജീവചരിത്രത്തിലേക്കൊരു ഓടിച്ചുള്ള എത്തിനോട്ടം മാത്രമാണ്. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കനൽ പഥങ്ങൾ താണ്ടിയ ജ്ഞാനധന്യത എന്നതാണ് വിഷയം. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ മലയാളക്കരയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു എന്നും സ്വീകാര്യനായ ഒരു മഹാപണ്ഡിതനായി എല്ലാവർക്കും വളരെ ബഹുമാനിയായ ഒരു പ്രയാസമുള്ള ഒരു സംഗതിയാണ്. പ്രഭാഷണങ്ങളും നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴെങ്കിലും ഒരു ബുഖാരിയുടെ ദർസിൽ ഇമാം ബുഖാരിയെപ്പറ്റി വലിയ വലിയ ആളുകൾ പറഞ്ഞിരിക്കാം എന്നല്ലാതെ ശംസുൽ ഉലമ റഹിമഹുല്ലാ അങ്ങനെയുള്ള വലിയ ആളുകൾ, വലിയ മഹാന്മാർ ആ കാലഘട്ടത്തിലെ തൻ്റെ വിദ്യാർത്ഥികൾക്ക് എത്രയേറെ പരിചയപ്പെടുത്തുകയും വളരെ ആദരിക്കുകയും ചെയ്തിരുന്ന മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. പക്ഷേ അതിൻ്റെ പേരിലും തസ്നീഫുകളൊന്നും ഉണ്ടായില്ല. സാധാരണക്കാരൻ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ചർച്ചയും കാര്യമായി നടന്നില്ല എന്നതൊക്കെ ഒരു പോരായ്മയായി നമുക്കിടയിൽ നിലനിൽക്കുകയാണ്. ഇതിനത് പൂർണ്ണമായും പരിഹാരമാകുമോ എന്ന് ചോദിച്ചാലില്ല. എന്തുകൊണ്ട്? വളരെ കുറഞ്ഞ ഒരു സമയമാണ് നമ്മുടെ മുന്നിൽ പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ദിവസങ്ങളോളം സംസാരിച്ച് ഓരോ വിഷയങ്ങളും സ്വഹീഹുൽ ബുഖാരിയെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ധാരാളമാണ്. അവിടുത്തെ ജീവചരിത്രം, അതേ സന്ദർഭത്തിൽ അവിടുത്തെ തസ്നീഫുകൾ, അതേ സമയത്ത് അവിടുത്തെ അധ്വാനങ്ങൾ, പ്രവർത്തനങ്ങൾ, ജീവിത രീതികൾ, ഉസ്താദുമാർ നേരിട്ട പ്രയാസങ്ങൾ, യാതനകൾ, സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ വിവിധങ്ങളായ ഘട്ടങ്ങളിലായി അവിടുത്തെ ജീവിതം മുസ്ലിയാർ മരിച്ചുപോയി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ ആയുസിൻ്റെ ഈ പഠനങ്ങൾക്കിടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരിക്കൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തി പ്രഭാഷണം നടത്താൻ ഒരുങ്ങിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ അതിനൊരുപാട് സമയം വേണ്ടതുണ്ട്, ധാരാളം പഠിക്കേണ്ടതുണ്ട്. ഒരു ജായിസിൽ എങ്ങനെ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടി എന്ന് ആലോചിക്കുമ്പോൾ അന്നും ഇന്നും ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ചില മനുഷ്യർ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ നമ്മെ അത്ഭുതപ്പെടുത്തും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ
പഠിക്കുന്നവർ, ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി തീസിസ് എഴുതാൻ തയ്യാറാകുന്നവർ ഇമാം ബുഖാരിയെ പറ്റിയുള്ള ഗൗരവമായ പഠനം നടത്തേണ്ടതുണ്ട്. ഇമാം ബുഖാരിയെ പഠിച്ച് സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ധാരാളം ചർച്ചകൾ നമ്മുടെ നാട്ടിൽ വരട്ടെ. ആ ചർച്ചകൾ അധികരിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടക്കാലത്ത് ഈ ഖുർആനിക ദഅവത്തിനൊരു സ്വീകാര്യത വന്നപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ആഴ്ചയിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ചുരുങ്ങിയത്, ആഴ്ച എന്ന് പറഞ്ഞത് പോലും കുറയുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ആഴ്ചയിൽ 1 എന്ന കണക്കിനെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന ഒരു വളർച്ചയാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണത്. പക്ഷേ ആ കാര്യം എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു ഖുർആനിക ചർച്ച ഗൗരവമായി കൊണ്ടുപിടിച്ചു എല്ലാവരും. അപ്പോൾ ആ ഭാഗത്തെ എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ടായി. അൽഹംദുലില്ലാഹ്, വലിയ മാറ്റമുണ്ടായത്. അതേ സമയത്ത് കേരളത്തിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ബാഫക്ക് തങ്ങൾ സ്വന്തം മകനെ 2 കുട്ടികളെ ഹിഫ്ള് പഠിപ്പിക്കാൻ വേണ്ടി മക്കയിലെ ഹറമിലേക്ക് പറഞ്ഞയച്ചു. ഹറമിൻ്റെ പരിസരത്ത് ഒരു ഹിഫ്ളിൻ്റെ മദ്രസ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് 2 മക്കളെ ഹാഫിളാക്കാൻ വേണ്ടി അയച്ച് അവിടുന്ന് പണം അങ്ങോട്ട് കൊടുത്തയച്ച് ഇവിടുന്ന് പണം അയച്ച്. അക്കാലത്ത് മക്കയിലെ അവസ്ഥ വളരെ വേദനാജനകമാണ്. അപ്പം ഇവിടുന്ന് പണം കൊടുത്തയച്ച് അവിടുന്ന് ഖുർആൻ മനപ്പാഠമാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് 2 മക്കളെ ഹാഫിളാക്കി കൊണ്ടുവന്നു. ഇതൊന്നും കൂടുതൽ കാലല്ല. 972 ബാഫക്ക് തങ്ങളുടെ മരണം. ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് കിട്ടാതിരുന്നിട്ട്, ഒരു ഹാഫിളിനെ തെരഞ്ഞിട്ട് കിട്ടാതിരുന്നിട്ട് അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. റമളാനിൽ തറാബീഹിൽ തന്നെ ഖത്തം തീർക്കുക എന്ന ഒരു രീതി അദ്ദേഹത്തിന് ബർമ്മയിൽ ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ ബർമ്മയിൽ നിന്ന് ബാഫക്ക് ആൻഡ് സൺസ് എന്ന സ്ഥാപനം ബർമ്മയിൽ നടത്തിയിരുന്നു, റങ്കൂണിൽ. അത് പിന്നെ ഒഴിവാക്കിയിട്ട് പുതിയങ്ങാടിയിൽ വന്ന് വലിയങ്ങാടിയിൽ വന്ന് പുതിയ കച്ചവടം തുടങ്ങി. അപ്പോൾ പിന്നെ പൂർണ്ണമായും ഇവിടെ സെറ്റിൽഡായി. അപ്പോൾ റമളാൻ മാസത്തിൽ ഈ തറാബീഹിലായി ഖുർആൻ ഖത്തം തീർക്കാൻ ഹാഫിളിനെ കിട്ടണം. അങ്ങനെ ഹാഫിളിനെ കിട്ടാനില്ല. അവസാനം എന്ത് ചെയ്ത്? സ്വന്തം 2 മക്കളെ പറഞ്ഞയച്ചു, മക്കയിലേക്ക് പറഞ്ഞയച്ച് ഹാഫിളാക്കി വന്നു. ആ 2 മക്കളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് വല്ലാത്തൊരു വളർച്ചയാണ്. വല്ലാത്ത വളർച്ച എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വളർച്ച കാണുന്നത് ഞാൻ ഭയപ്പെടുക പോലും ചെയ്യാണ്. കാരണം ഇത് എവിടെ എത്തുമെന്ന്. ഒരു മഹലിൽ തന്നെ 2 ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുന്നത് എനിക്കറിയാം. ഒരു മഹലിൽ എനിക്കറിയാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ ദാറുൽ ഖുർആൻ ആരംഭിക്കുന്ന സമയത്ത് ഇല്ല. ഷെയ്ഖിൻ്റെ പള്ളിയിൽ ഇവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ ഉണ്ട്, വേറെ ഇല്ല. അപ്പോഴാണ് ദാറുൽ ഖുർആനിൽ ആരംഭിച്ചത്. ഇപ്പോൾ മഹല്ല് മൊത്തം അതാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷേ എന്താ അങ്ങനെ കഴിഞ്ഞത്? നമ്മൾ അതേക്കുറിച്ച് ചർച്ച നടത്തി, അതിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധ തിരിച്ചു. പക്ഷേ സംഭവിച്ചത്, ഹദീത്തിനെ പറ്റിയുള്ള ചർച്ചകളിലൊക്കെ വലിയ വലിയ ആളുകൾ ഇടപെടുന്നുണ്ടെങ്കിലും ഹദീത്തിനെ ഒരു ഗൗരവമായി എടുത്ത മഹാപണ്ഡിതന്മാർ സമൂഹത്തിൽ ചർച്ചയാക്കിയാലേ, അവരുടെ ജ്ഞാനധന്യതയെ പറ്റിയുള്ള ചർച്ച വന്നാലേ അതിലേക്ക് ജനങ്ങൾ വിഷയം വരും. ഇങ്ങനെ വന്നാൽ ഹദീത്തിനെ കുറിച്ചുള്ള പഠനം പലപ്പോഴും വട്ടപൂജ്യമാവുകയാണ്. ഇതിലുള്ള പ്രശ്നം എന്തെന്നാൽ, ചില ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ സ്വഹീഹായ ഹദീത്തിനെ ലഈഫാക്കി തള്ളിക്കളയും. അവർ എന്തും ലഈഫാക്കും. പരിശുദ്ധ ഖുർആനെ പോലും ലഈഫാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലഈഫാക്കണമെന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. കുൽ എന്ന വാക്കൊന്നും ഖുർആനിൽപ്പെട്ടതല്ല എന്നാണ് ചേകനൂരിൻ്റെ അവസാനത്തെ വാദം. കുൽ എന്ന വാക്ക് ഖുർആനിൽ നിന്ന് ഒഴിവാക്കണം. ഇതാണ് ചേകനൂരിൻ്റെ ലാസ്റ്റ് വാദം. കുൽ ഹുവല്ലാഹു അഹദിൽ ഹുവല്ലാഹു അഹദ് മാത്രമേ ഖുർആനുള്ളൂ, ഖുർആൻ അല്ല എന്നാണ് ചേകനൂരിൻ്റെ ലാസ്റ്റ് വാദം. കുൽ യാ അയ്യുഹൽ കാഫിറൂനയിൽ യാ അയ്യുഹൽ കാഫിറൂന മുതലേ ഖുർആനുള്ളൂ, കുൽ ഇല്ല, ഖുർആനിൽ പെടൂല എന്നാണ് ചേകനൂരിൻ്റെ ലാസ്റ്റ് വാദം. ചേകനൂരാകട്ടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ നടത്തിയിരുന്ന
അവരുടെ ഒരേ ഒരു സംഘടനയുടെ കീഴിൽ നടക്കുന്ന ജാമിഅ നദ്വിയയിലെ പ്രൊഫസറായിരുന്നു. അവർക്ക് പോലും അയാളെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം എത്തുന്നത് വരെ അവിടെ നിന്നാണ് അയാൾ വളരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്ന ലോകത്ത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിനെ വിമർശിച്ച ആളുകൾ ലോകത്തില്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അംഗീകൃത ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മുസ്ലിം ലോകത്തിനിടയിൽ. അതേ സമയത്ത് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു മുഫ്തിയായ ആള്, ഒരു വിഭാഗത്തിൻ്റെ മുഫ്തിയായ ഉന്നതനായ ആള് അനവധി പരിശുദ്ധ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ലഈഫായി തള്ളിക്കളയുകയുണ്ടായി. അതും നമ്മുടെ മലയാളക്കര കണ്ടു. ചില ഹദീസുകൾ ലഈഫാണ് എന്ന് പറഞ്ഞു. എവിടെ നിന്ന്? സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഖുർആൻ കഴിഞ്ഞാൽ നീ അംഗീകരിക്കേണ്ടത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആരാ പറയുന്നത്? രണ്ടാം ഷാഫിഈ എന്ന് ലോകം അംഗീകരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു എവിടെയാ പറയുന്നത്? ശറഹുൽ മുഹദ്ദബിലുണ്ട്, എടുത്തു നോക്ക്. ലോകം ഇത്രയേറെ ബഹുമാനിച്ച ഒരു ഗ്രന്ഥം ഖുർആൻ കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി പോലെ ഇല്ല. ആരാണ് പറയുന്നത്? മഹാനായ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ സർവാംഗീതമാണ്. ഷാഫിഈ ഇമാമിന് ശേഷമാണ് ഇമാം ബുഖാരി വരുന്നത്. ഷാഫിഈ ഇമാമിനെ തൊട്ട് മുമ്പാണ് ഇമാം ബുഖാരി വരുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു വാക്ക് ഇമാം ഷാഫിഈ തങ്ങൾ പറയും. വളരെ നമ്മൾ ചിന്തിക്കണം. എന്തിന്? സയ്യിദുൽ താബിഈനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു ലോകം കണ്ട മുഹദ്ദിസാണ്. എന്തിന്? ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം ഒരിക്കൽ ജനമധ്യത്തിൽ വെച്ച് പറഞ്ഞു, ജനങ്ങളെ, ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഹസനുൽ ബസ്രിയുടെ കാലത്താണെങ്കിൽ. ആരാ ഹസനുൽ ബസ്രി? ഷാഹദ 300 മിൻ അസ്ഹാബി റസൂലില്ലാഹി ഫതഅല്ലമ മിൻഹു. 300-ലേറെ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച ആളാണ് ഈ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി. ഹസനുൽ ബസ്രിയുടെ കാലത്താണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഹസനുൽ ബസ്രി ഈ മനുഷ്യന്റെ താഴെ ഇരുന്ന് ഹദീസ് പഠിക്കുമായിരുന്നു എന്ന് ലോകം കണ്ട മുഹദ്ദിസായ ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഇത് ചിന്തിക്കണം. ആരാണ് ഇവരൊക്കെ? ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയെ പോലെ, ഇമാം നവവിയെ പോലത്തെ മനുഷ്യന്മാർ. ആരാണ് ഇവരെല്ലാം? അവരാ പറയുന്നത്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു പറയാ, ഈ മനുഷ്യൻ ഹസനുൽ ബസ്രിക്ക് ശേഷമായിരുന്നില്ല. ഹസനുൽ ബസ്രിയുടെ കാലത്താണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ ലസമിഅ മിൻഹു വലതഅല്ലമ മിൻഹു. ഈ മനുഷ്യനിൽ നിന്ന് ഹദീസ് കേൾക്കാൻ വേണ്ടി ഹസനുൽ ബസ്രി ഈ മനുഷ്യന്റെ കാൽച്ചുവട്ടിലേക്ക് വരുമായിരുന്നു. അത്രയും മഹാനാണ്. നിങ്ങൾ ചിന്തിക്ക്. അങ്ങനെയുള്ള മഹാനെ പറ്റി നമ്മുടെ നാട്ടിലെ ചില അല്പന്മാർ ആ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് പോലും ലഈഫാക്കി. ലോകത്ത് അങ്ങനെ ഒരു തർക്കം വന്നിട്ടില്ല. ലോകത്ത് അങ്ങനെ ഒരു ചർച്ച പൊന്തിയിട്ടില്ല. എന്തുകൊണ്ട് ഇത് നടന്നു എന്ന് ചോദിച്ചാൽ ഹദീസിന്റെ പഠനത്തിൽ വളരെ വലിയ ഒരു വൈമുഖ്യം എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ മലയാളക്കരയിൽ വന്നു. ആരെന്ത് എഴുന്നള്ളിക്കാണെങ്കിലും അതിവിടെ ചെലവാകുമെന്നൊരു ധാരണയും വന്നു. ഇടക്കാലത്ത് ഖുർആനിക ചർച്ചകൾ വന്നു. പക്ഷെ അവിടെയും അപ്പോഴും ഹദീസിനെ പറ്റിയുള്ള പഠനങ്ങൾ കാര്യമായി ഉണ്ടായില്ല. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഗൗരവമായ കാര്യം ഇതാണ്. വിദ്യാർത്ഥികൾ ഇതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക. പ്രഭാഷണങ്ങൾ പഠിച്ച് ഇമാം ബുഖാരിയെ സമർപ്പിക്കുക. ഗ്രന്ഥങ്ങൾ വരട്ടെ, ചർച്ചകൾ വരട്ടെ, ഡിബേറ്റുകൾ വരട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇമാം ബുഖാരി വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞ കാര്യം വളരെ ചിന്തിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി നല്ല ചർച്ചകൾ വരേണ്ടതുണ്ട് നാട്ടിൽ. അങ്ങനെ വന്നാലോ അപ്പോൾ ഹദീസിന്റെ ജുർഹ് തഅദീലിനെ പറ്റിയുള്ള ഗൗരവമായ വിഷയങ്ങൾ ചർച്ചയാവും. അതിൻ്റെ സനദുകൾ പഠിക്കും.
അതിൻ്റെ മത്തിനെ മാത്രമാണ് പഠിക്കുന്നത്. സനദില്ലാതെ ഒരു ഹദീസും ഞാൻ പഠിച്ചിട്ടില്ലെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസുകളെ മനപ്പാഠം, 6 ലക്ഷം ഹദീസുകളുണ്ട്. സനദടക്കം ഞാൻ കൃത്യമാക്കി വെച്ച, എൻ്റെ ഹൃത്തടത്തിൽ ഞാൻ കൃത്യമാക്കി വെച്ച 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് ഞാൻ സഹീഹുൽ ബുഖാരിയെ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഈ വലിയ മനുഷ്യരുടെ ജീവചരിത്രത്തെ പറ്റി ഒരു ചർച്ച വരട്ടെ നാട്ടിൽ. സാധാരണക്കാർക്ക് പോലും ഈ മനുഷ്യന്മാരെ വലിപ്പത്തരം തിരിയട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു ഹദീസ് യൂണിവേഴ്സിറ്റി വരും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു ഹദീസ് യൂണിവേഴ്സിറ്റി വന്നാലോ, ഇപ്പോൾ ഖുർആനിക ചർച്ച വന്നപ്പോൾ ഇവിടെ ഖുർആനിക ചർച്ചകൾ ചില പ്രത്യേകമായ താല്പര്യങ്ങൾ, വികലമായ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ചെലവാക്കാൻ വേണ്ടിയാണ് ചില ആളുകൾ ഖുർആൻ ക്ലാസ്സുകൾ കൊണ്ടുവന്നത്. നമ്മുടെ ഈ കോഴിക്കോട്ട് പട്ടണത്തിൽ തന്നെ ഇങ്ങളൊരു ക്ലാസ് 10-17 കൊല്ലം മുമ്പ് തുടങ്ങാനുള്ള അടിസ്ഥാന കാരണം പരിശുദ്ധ ഖുർആനെ വികലമായി ചിത്രീകരിക്കുന്ന ചിന്തകൾ ഇവിടെ ധാരാളം ഉണ്ടായി എന്നാണ്. ചില പേരുകൾ ഞാനിവിടെ പരാമർശിക്കുന്നില്ല, പക്ഷെ അള്ളാഹുവിൻ്റെ സഹായത്താൽ അവരൊന്നും ഇപ്പോൾ ഇവിടെ രംഗത്തില്ല. കോഴിക്കോട്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു, വലിയ കുറെ കൂടുതൽ കാറുകൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കണ്ടാൽ അവിടെ ഇന്നാലിന്ന ആളുടെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടാകും എന്ന ഒരു ചൊല്ല് ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ കോഴിക്കോട്ട് നഗരത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ ചില സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പോലും അന്ന് ആ ക്ലാസ്സുകളുടെ അടിമകളായിരുന്നു. കാരണം അവർക്ക് വേദികൾ ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥ ഇന്ന് സമ്പൂർണ്ണമായി മാറി. ഇപ്പോൾ ഈ പറയപ്പെട്ട ബിദ്അത്തിന്റെ കക്ഷികൾ പോലും അള്ളാഹിന്റെ സഹായത്താൽ നാടാകെ യുവാക്കളായ അനവധി പ്രഭാഷകന്മാർ, അനവധി ഖുർആൻ ബേസ്ഡായ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന ആളുകൾ, ക്ലാസ്സുകൾ, അതിന് പോരായ്മകൾ പലതുണ്ടാവും. സ്വഭാവം കർമ്മത്തിനാണല്ലോ, ക്രിയക്കാണല്ലോ പലപ്പോഴും പോരായ്മ ഉണ്ടാവുക. ഒരു പണിയെടുത്തിട്ടില്ലെങ്കിൽ പോരായ്മ ഉണ്ടാവില്ല, ഒരു പണിക്ക് പോരായ്മ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. അപ്പോൾ പോരായ്മയൊക്കെ ഉണ്ടാകട്ടെ, പിന്നെ അത് തിരുത്തിയാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ഞാൻ പിടിച്ച മുയലിന് 300 ചെവി എന്ന് പറയാതിരുന്നാൽ പോരെ. എന്നാലും ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സമൂഹം രക്ഷപ്പെടൂലേ. ഏതായാലും ഖുർആനിക ചർച്ച വന്നപ്പോൾ ഉൽപ്പതിഷ്ണുക്കൾ പാടെ അവരുടെ പായും മടക്കിയിട്ട് സ്ഥലം വിട്ടു. ഇപ്പോൾ അവർ ഹദീസിന്മേൽ കളിക്കുന്ന കളിയാണ്. എന്ത് പറഞ്ഞാലും പറയും ഹദീസ് ലൈഫാണ് എന്ന്. മുന്നിലിരിക്കുന്ന ആളാകട്ടെ ഫിഖ് ബേസ്ഡായി കാര്യം പഠിച്ച ആളായിരിക്കും, അയാൾ പറയുന്നത് നേരായിരിക്കും. പക്ഷേ ബിൽ ഇസ്നാദ് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഹദീസിന്റെ അവഗാഹം പലപ്പോഴും ഈ മനുഷ്യൻ ഉണ്ടാവുകയും ഇല്ല. അതിൻ്റെ കാരണം ഹദീസ് ബേസ്ഡായ ചർച്ചകൾ നാട്ടിൽ ഗൗരവമായി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങളിൽ അവഗാഹം നേടിയ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹു നമുക്ക് ചെയ്ത ഒരു ഇസ്സത്താണ്. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അപ്പോൾ എന്ത് വേണം? സ്ഥാപനങ്ങളിൽ നിന്ന് വിവിധങ്ങളായ ഫാക്കൽറ്റികളിൽ കുട്ടികൾ വരട്ടെ. അവർ ഒരു വിഷയത്തിൽ ചില കുട്ടികൾക്ക് ഖുർആനിൽ അവഗാഹം, വേറെ ചില കുട്ടികൾക്ക് ഹദീസിൽ അവഗാഹം. അവർ ആ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഹദീസിൽ ഡോക്ടറേറ്റിന് പഠിക്കട്ടെ, ചിലർ ഖുർആനിൽ ഡോക്ടറേറ്റിന് പഠിക്കട്ടെ, ഖുർആന്റെ തഫാസീറിൽ. വേറെ ചില ആളുകളാകട്ടെ തെജ്വീദ് എന്നത് ഈ നിലക്ക് പോയാൽ 5 കൊല്ലം കൊണ്ട് നാട്ടിൽ അസ്തമിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഈ നിലക്ക് പോയ ഒരു 5 കൊല്ലത്തിനപ്പുറം തെജ്വീദിന് ആയുസ്സുണ്ടാവില്ല. എന്തുകൊണ്ട്? മദ്രസ വിദ്യാഭ്യാസം ചുരുങ്ങി. മദ്രസ എന്നത് ഉണ്ടെങ്കിലും മദ്രസ വിദ്യാഭ്യാസം ചുരുങ്ങി വരികയാണ്. ആളുകളൊക്കെ ഏകദേശം കുട്ടികളെ മദ്രസയെ പഠിപ്പിക്കുന്നത് തന്നെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളിലാകട്ടെ അവിടുത്തെ മദ്രസ അവർക്ക് പലപ്പോഴും അവർക്ക് നിലനിൽക്കാനുള്ള ഒരു ഉപാധി എന്നതിനപ്പുറം അത് ആത്മാർത്ഥമായൊരു മദ്രസയാവുകയുമില്ല. മദ്രസയിലെ പ്രധാനപ്പെട്ട പണി ഒരു കാലഘട്ടത്തിൽ എന്താണ്? മദ്രസയിലെ കാര്യമായ പണി എന്ന് പറഞ്ഞാൽ
ഓതി പഠിപ്പിക്കലാണ്. അല്ലെങ്കിലും ഓത്താണ് പ്രധാനം. അർത്ഥം പഠിക്കാനല്ല പറഞ്ഞത്, അർത്ഥം തഅല്ലം എന്നല്ല. തഅല്ലം എന്നാണെങ്കിൽ ഒരുപാട് അർത്ഥം വെക്കാം. നേരെ മറിച്ച് അള്ളാഹു ആദ്യം ഉണ്ടായാൽ വല്ലാതെ ഉപകരിക്കും. എന്തിനൊരു പ്രത്യേകമായ ഒരു ചർച്ച ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ടുവരിക. ഉദാഹരണം, ഒരു സ്ഥാപനത്തിൽ ശരിയാത്ത് പഠിച്ച കുട്ടികൾക്കൊരു പ്രത്യേകമായ കോഴ്സ് ആ സ്ഥാപനം കൊടുക്കട്ടെ. ഏത്? ഒന്ന് തഫാസീറിൽ, പഴയ വലിയ തഫാസീറുകൾ ചർച്ച ചെയ്യുന്നവർക്കൊരു പ്രത്യേക അവഗാഹം. എന്നാൽ മറ്റുള്ള ഇൽമ അവർക്ക് കിട്ടൂല, കിട്ടും. അതിൻ്റെ പുറമെ പ്രത്യേക അവഗാഹം. ഇനി വേറൊരു സ്ഥാപനത്തിൽ പഠിച്ച ആളുകൾക്ക് ഇവിടെ തഫ്സീറും ചേർന്നൂടെ, ചേരാം. അങ്ങനെ അതേ സമയത്ത് വേറൊരു സ്ഥാപനത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഗൗരവമായി നടക്കട്ടെ. എന്തുകൊണ്ട്? അവിടെ കാര്യമായ ഉൽപ്പതിഷ്ണുക്കൾ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരി പോലും ലഈഫാക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഗൗരവമായ ചർച്ചകൾ നടക്കുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാൻ വഴിയില്ല. ഒരു വിവരമില്ലാത്തവർ ഇമ്മണി വലിയ വിവരസ്ഥന്മാരായി വിലസുന്നു. മൂന്നാമത്തെ പ്രശ്നം അതേപോലെയാണ് താരീഖ് അന്നം നിന്ന് പോവുകയാണ്. എവിടെയാണ് മുസ്ലിം ലോകം വന്നത് അറിയൂല. മുസ്ലിം ലോകത്തിന് താരീഖുണ്ട്. താരീഖ് വളരെ വലുതല്ലേ? ചിന്തിക്ക്. ഇവിടെ അള്ളാഹുവിൻ്റെ സഹായത്താൽ നമ്മൾ ഒന്നാമത്തെ ദിവസം ഒരു പ്രഭാഷണം ഇവിടെ പറഞ്ഞു. ആ പ്രഭാഷണത്തിന് അതിൻ്റെ മൗലികതയിൽ നിന്നുകൊണ്ട് മറുപടി പറയാൻ ഇവിടുത്തെ ഒരു ഉൽപ്പതിഷ്ണു വിഭാഗത്തിനും കഴിയൂല. ഉറപ്പ് കഴിയൂല. അതിൻ്റെ മൗലികതയിൽ നിന്ന് മറുപടി അറിയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് താരീഖാണ്. താരീഖിനെ നിരാകരിക്കാൻ കഴിയില്ല. പദാനുപദ മറുപടികളെക്കാൾ വലിയൊരു കാര്യമല്ല ഇത്. ഒരു ജനത എന്തിനു വേണ്ടി രംഗത്ത് വന്നു എന്നാ ജനത പഠിക്കണ്ടേ? കേരള നദ്വത്തുൽ മുജാഹിദീൻ നിലനിൽക്കുന്നത് വഹാബിയത്തിലാണ്. ഈ പ്രഭാഷണത്തിൽ പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചാൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പഴയതുപോലെയല്ല, നല്ലപോലെ കഴിവുള്ള നല്ല നല്ല മക്കൾ നമ്മളെ കയ്യിലുണ്ട്. ആ മക്കളെ ഇത്തരം വിഷയങ്ങളിൽ വിവിധ കാര്യങ്ങളിൽ അവഗാഹം നേടാൻ കൂടി അവർക്ക് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട എല്ലാവരും ബിദ്അത്തിന്റെ തീരത്ത് ജീവിച്ചിരുന്ന പലരും തൗബ ചെയ്ത് സുന്നത്ത് ജമാഅത്തിന്റെ തീരത്തേക്ക് മടങ്ങി. പലരും പല ഉന്നതന്മാരും. എന്തുകൊണ്ട്? ഊഷരമായ ഒരു ഭൂമിയാണ് ബിദ്അത്ത് എന്ന് അവസാനമായി അവർ തിരിച്ചറിഞ്ഞു. അതിനേതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാക്കൾ, സമസ്ത ഉലമാക്കളുടെ 90 ചില്ലാനം വർഷത്തിന്റെ കഠിന പ്രയത്നത്തിന് അവസാനമാണെങ്കിലും സുന്നികൾക്ക് കാര്യമറിയൂലാന്ന് മനസ്സിലാക്കി പോയിരുന്ന പല തറവാട്ടിലെയും ഇന്നത്തെ ആധുനിക വിഷയം പഠിച്ച പലരും ആ ഊഷരമായ പഠനത്തിൽ, ആ ചിന്തയിൽ ഒരർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ സഹായത്താൽ പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയിലേക്ക് തിരിച്ചു വന്ന എത്രയോ അനുഭവം നമ്മുടെ ഇടയിലുണ്ടായി. അപ്പം ഇതിനൊക്കെ ഇന്നത്തെ ചില വർക്കുകൾ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഗൗരവമായി ഈ വിഷയം, ഇത്തരം വിഷയങ്ങളിൽ ചിന്തകളും പഠനങ്ങളും നടക്കേണ്ടതുണ്ട് എന്നതാണ്. ഇതൊരു ദിവസത്തെ ഒരു പ്രഭാഷണം കൊണ്ട് തീരുന്ന ഒരു വിഷയമേ അല്ല. എന്നാൽ ഞാൻ അതിലേക്ക് ഒരു അല്പാൽപ്പം ചില സൂചനകൾ നൽകുക മാത്രമാണ്. ദിവസങ്ങളോളം ഇരുന്ന് പഠിച്ചും മനസ്സിലാക്കിയും നല്ല ഗൗരവമായ പഠനങ്ങളും ചർച്ചകളും ഈ വിഷയത്തിൽ ചില യൂണിവേഴ്സിറ്റികൾ, മതസ്ഥാപനങ്ങൾ, അവിടുത്തെ കുട്ടികൾ ഈ വിഷയത്തിൽ പഠിച്ചൊരു ഡിബേറ്റ് നടത്തി. ആ ഡിബേറ്റ് സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന രൂപത്തിൽ അവർ ചെയ്താൽ ഇവരൊക്കെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന മഹാന്മാരുടെ മഹത്വങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ആ മഹത്വങ്ങൾ തിരിച്ചു വന്നാലോ ഒരിക്കലും ഒരു ബിദ്അത്തിന്റെ ആൾക്ക് ഇവിടെ കടന്നു കയറാനോട്ട് കഴിയുകയും ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സത്യത്തിൽ ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിക്കാം. ഒരു വാക്കുകൂടി പറയട്ടെ. മുഹീദ്ദീൻ മാല AD 1607 മുഹീദ്ദീൻ മാല വിരചിതമായി. ഇത് 410ാമത്തെ വർഷമാണ്. മുഹീദ്ദീൻ മാല വിരചിതമായിട്ട് 410ാമത്തെ വർഷമാണ്. അതുകൊണ്ട് എന്താ ഉണ്ടായത്?
വലിയ നേട്ടമുണ്ടായി. അതൊരു താരീഖാണ്. ഒരു വലിയ മനുഷ്യന്റെ താരീഖ് മനോഹരമായി അവതരിപ്പിച്ചു. 400 കൊല്ലത്തിനുള്ളിലുള്ള ജനങ്ങളുടെ ഹൃദയത്തിലെ ഈമാനെ സൂക്ഷിക്കാൻ ഈ ഒരു ഗ്രന്ഥത്തിന് കഴിഞ്ഞു. അത് ചെറിയ ഒരു കാര്യമല്ല, വല്ലാത്ത കാര്യമാണ്. ചില പാകതകളും അപാകതകളും ഉണ്ടാവും സ്വാഭാവികമായും. ഒരു മഹാനിലേക്ക് തിരിഞ്ഞവർ മറ്റൊരു മഹാനിലേക്ക് തിരിഞ്ഞു നോക്കിയതില്ല എന്നുള്ളത് ഒരു അപാകതയാണ്. പക്ഷെ അത് എന്തുകൊണ്ട് അതുപോലെ മറ്റു ചില മഹാന്മാരെ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണത്. അതൊക്കെ അതിൻ്റെ ഒരു പോരായ്മയാണ്. പക്ഷേ അതേ സമയത്ത് ഒരു ജനതയുടെ വിശ്വാസം നിലനിർത്താൻ മുഹയ്യിദ്ദീൻ മാലക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമാണോ? എന്തുകൊണ്ട് കഴിഞ്ഞു? അതൊരു താരീഖിന്റെ ആവിഷ്കാരമാണ്, അതൊരു ശുദ്ധമായ താരീഖുമാണ്. പക്ഷേ ഇത് 400 ചില്ലാനം കൊല്ലം മുമ്പാണ് ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടുള്ളത്. കാലം പുരോഗമിച്ചില്ലേ, പഠനങ്ങൾ നടന്നില്ലേ? എന്തുകൊണ്ട് മുഹയ്യിദ്ദീൻ മാലയെ പോലെ എത്ര മഹാന്മാർ ലോകത്തുണ്ടായി, എന്തുകൊണ്ട് ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഖാളി മുഹമ്മദിന് ശേഷം നമ്മൾ പുറകോട്ട് പോയി. എന്നാൽ ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു സേവനം ചെയ്തു. ഒരു താരീഖിനെ ഇമ്പമാർന്ന ശൈലിയിൽ ഒരു ജനതയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഒരു ജനതയുടെ ഈമാൻ നിലനിർത്താൻ ആ ഗ്രന്ഥത്തിന് കഴിഞ്ഞു. കാലം മുന്നോട്ട് പോയി, അനവധി മഹാന്മാരുണ്ട്. പക്ഷെ അതേപോലെ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾക്ക് സ്വീകാര്യമായതുപോലെ ഗൗരവമായി പഠിക്കേണ്ട പല ആളുകളെയും സമൂഹത്തിന് അവർക്ക് വലിയ ആളാന്നൊക്കെ അറിയാന്നല്ലാതെ ആ ഒരു സ്വീകാര്യത ഉണ്ടായില്ല. എന്തുകൊണ്ട്? അറിവുണ്ടായില്ല. മുഹയ്യിദ്ദീൻ മാല വല്ലാത്തൊരു അറിവാണ് നാട്ടിൽ നൽകിയത്. അത് ജനത്തിന്റെ ഈമാൻ നിലനിർത്തുകയും ചെയ്തു. അള്ളാഹു യഥാർത്ഥമായി കാര്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതിലൊക്കെ നല്ല കഴിവുള്ള ആളുകൾ മുൻനിർത്തി പഠനം നടത്തിയാൽ സമൂഹത്തിന് വലിയ ഉപകാരമുണ്ടാകും എന്ന് തെര്യപ്പെടുത്തുക മാത്രമാണ് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യം. അല്ലാതെ ചില്ലറ സന്ദർഭത്തിൽ പറഞ്ഞതുകൊണ്ട് തീരുന്ന ഒരു ജീവചരിത്രമല്ല ഇമാം ബുഖാരിയുടേത് റളിയല്ലാഹു അൻഹു. ബുഖാറ എന്നാൽ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പട്ടണമാണ്. പഴയ കാലത്ത് അത് പേർഷ്യയിലെ സാമാനി സൽത്തനത്തിന്റെ കീഴിലുള്ള ഒരു രാഷ്ട്രമായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ 1917 വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ പിന്നെ സോവിയറ്റ് യൂണിയന്റെ കീഴിലായി. 1990 ശേഷം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിന് കീഴിലുള്ള ഒരു രാജ്യമാണ് ബുഖാറ, ഒരു പ്രദേശമാണ് ബുഖാറ. മധ്യേഷ്യയിലെ റിപ്പബ്ലിക്കാണ് ഉസ്ബെക്കിസ്ഥാൻ. അവിടെയാണ് ലോകം കണ്ട മഹാനായ അല്ലാമ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു സീന റഹ്മത്തുള്ളാഹി ലോകം കണ്ട മഹാപണ്ഡിതനായിരുന്ന അല്ലാമ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാടും ഈ ബുഖാറ തന്നെയാണ്. ബഹുമാനപ്പെട്ടവരുടെ അവരുടെ പിതാമഹന്മാർ, അവരുടെ ബാപ്പ വഴിയുള്ള അവരുടെ ആബാഇന്റെ പരമ്പര അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ഇബ്നുൽ മുഗീറ ഇബ്നു ബർദസ്ബ ഇബ്നു ബർദബ എന്ന് ഇങ്ങനെ തുടങ്ങുന്നതാണ്. അതിൽ ബർദസ്ബ ബർദബ എന്നൊക്കെയുള്ള ആളുകളെ പറ്റി ഗൗരവമായ താരീഖുകൾ ഇല്ല. മുഗീറ ഈ കൂട്ടത്തിൽ മുസ്ലിമായ ആളാണ്. മുഗീറയുടെ മകനാണ് ഇബ്രാഹിം, അവരുടെ മകനാണ് ഇസ്മായിൽ, അവരുടെ മകനാണ് അബൂ അബ്ദില്ല എന്ന് ലോകം അറിയുന്ന മഹാനായ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അവിടുത്തെ പിതാവായ ഇസ്മായിൽ വലിയ മഹാനായ ഒരു മുഹദ്ദിസായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു മുഹദ്ദിസാണ് എന്നതിന് പുറമെ
അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസാണ് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഹിജ്റ 194 ശവ്വാൽ 13 വെള്ളിയാഴ്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിച്ചു. ഹിജ്റ 194 ശവ്വാൽ 13 വെള്ളിയാഴ്ച. ജുഅഫി കബീലക്കാരായിട്ടാണ് അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട അൽ യമാനുൽ ജുഅഫി എന്ന ഒരു ഗവർണർ ബുഖാറ ഭരിച്ചിരുന്ന കാലത്ത് ആണ് മുഗീറ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് മുസ്ലിമായിട്ടുള്ളത്. അത് കാരണത്താൽ ഈ ഗവർണറിലേക്ക് ചേർത്ത് പഴയ കാലത്ത് ഒരാളുടെ നേതൃത്വത്തിൽ ഒരാൾ ഇസ്ലാം മതം വിശ്വസിച്ചാൽ അദ്ദേഹത്തിൻ്റെ കബീല പേര് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ജുഅഫി കബീലക്കാരനായത്. അടിസ്ഥാനപരമായി ജുഅഫി കബീലക്കാരനല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവായ മുഗീറ എന്നവർ ബുഖാറയിലെ ഗവർണറായിരുന്ന അൽ യമാനുൽ ജുഅഫി എന്ന മഹാന്റെ അടുത്ത് വന്നാണ് ഇസ്ലാം മതം വിശ്വസിച്ചത് എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പിന്നെ അങ്ങനെ അറിയപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊച്ചുനാളിലെ വിദ്യാഭ്യാസം സ്വന്തം നാട്ടിൽ വെച്ചു തന്നെയാണ്. 16-ാമത്തെ വയസ്സ് വരെ ബഹുമാനപ്പെട്ടവര് നാട്ടിൽ തന്നെയാണ് വിദ്യ അഭ്യസിച്ചിട്ടുള്ളത്. അതിനിടയിൽ പരിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കി. ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നുൽ മുബാറക്കിൻ്റെയും റളിയല്ലാഹു അൻഹു, ഇമാം വഖീഇൻ്റെയും റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ കിതാബുകൾ സനദടക്കം മനഃപ്പാടമാക്കി. സനദില്ലാത്ത ഒരു ഹദീസും ഞാൻ പഠിച്ചിട്ടേ ഇല്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ 16-ാമത്തെ വയസ്സ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ വേറൊരു പ്രത്യേകത, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ അന്ധനാണ്, കണ്ണ് കാഴ്ചയില്ല. നേരത്തെ തന്നെ ഉപ്പ മരിച്ചിട്ടുണ്ട്. ഇസ്മായിൽ ഉപ്പ നേരത്തെ തന്നെ മരിച്ചുപോയി. അതുകൊണ്ട് വലിയ വിഷമത്തിലായിരുന്നു. കൂടുതൽ പഠനത്തിനൊന്നും കഴിയാത്തൊരവസ്ഥ. കുട്ടിക്ക് കാഴ്ചയില്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് ദുആ ചെയ്യും എല്ലാ ദിവസവും. ഒരു ദിവസം ദുആ ചെയ്തുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട മഹദി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നം കണ്ടു. ഫറഅത് വാലിദത്തുൽ ഖലീല ഇബ്രാഹിം ഫിൽ മനാമി ഫഖാല ലഹാ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ചയില്ല എന്ന ഉമ്മ ഇരുന്ന് കരയും. അപ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ വന്നു മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്ന് പറയാ, യാ ഹാദിഹി, ഏ പെണ്ണെ, ഖദ് റദ്ദല്ലാഹു അല ബിനിക്കി ബസറഹു ബികസറത്തി ബുകായിക വദുആയിക. നിന്റെ കരച്ചിലും നിന്റെ പ്രാർത്ഥനയും അധികരിച്ചതു കാരണം, അധികമായ പ്രാർത്ഥനയും കരയലും കാരണം ഖദ് റദ്ദല്ലാഹു ബസറ ബിനിക്കി, നിന്റെ മകന്റെ കാഴ്ചയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തന്നിട്ടുണ്ട്. ഒരഭിപ്രായം വന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിക്ക് 6 വയസ്സാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അത്ഭുതമായി ജനന രാവിലെ എണീറ്റപ്പോൾ കുട്ടിക്ക് മനോഹരമായ കാഴ്ച. ചുരുക്കത്തിൽ ഒരു കറാമത്തിലാണ് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുന്നത് തന്നെ. പൂർണ്ണ അന്ധനായിരുന്നു ചെറുപ്പത്തിൽ, ഒന്നും കാണാൻ കഴിയില്ല. ഒരു പക്ഷേ ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനെ തർബിയത്ത് ചെയ്തതുമാകാം. എന്തുകൊണ്ട്? പുറം കണ്ട് അടഞ്ഞപ്പോൾ അകം കണ്ണ് അല്ലാഹു തുറപ്പിച്ചു. വലിയ ഒരു കാലഘട്ടം പുറം കണ്ണ് അടഞ്ഞു കിടന്നു. ഈ അടഞ്ഞു കിടന്ന കാലഘട്ടത്തിൽ പുറം കണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറപ്പിച്ചതാകാം. ഏതായാലും ബഹുമാനപ്പെട്ടവര് പിന്നെ പഠനത്തിനിറങ്ങാം. ഇതാണ്
ഈ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതിന് ശേഷം ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിജ്ഞാനാണ്. 16-ാമത്തെ വയസ്സിലാണ് നാടുവിടുന്നത്. നാടുവിടുന്നതാകട്ടെ ആദ്യമായി നാടുവിടുന്നത് ജ്യേഷ്ഠ വലിയ നൈപുണ്യം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉണ്ടായി. ഒരു സംഭവം താരീഖ് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ദാഖിലി ബുഖാറയിലെ പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനായിരുന്നു ഇമാം ദാഖിലി. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു മഹാനുമാണ് ഇമാം ദാഖിലി. ഇമാം ദാഖിലിയുടെ അടുക്കൽ ഹദീസ് പഠിക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. ആയിരക്കണക്കായ ആളുകൾ അന്ന് ബുഖാറയിലും പരിസരത്തുമുള്ള ആയിരക്കണക്കായ വിജ്ഞാനി തൽപരർ ഇമാം ദാഖിലിയുടെ ദർസിൽ വന്നിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ പോടും വളരെ നിശബ്ദമായ അന്തരീക്ഷം. അദ്ദേഹത്തിന് ഇമാം ദാഖിലിക്ക് ഹദീസ് വിശദീകരിക്കാൻ വല്ലാത്ത കഴിവാണ്. അതിങ്ങനെ കേട്ടുകൊണ്ട് ജനമിങ്ങനെ അതിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. സംസാരമധ്യ ഹദീസ് പറയുന്നതിനിടയിൽ ഇമാം ദാഖിലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സനദ് വായിച്ചു. എങ്ങനെയാ സനദ് വായിച്ചത്? സുഫിയാനു ഹദ്ദസനാ സുഫിയാനു അൻ അബി സുബൈരി അൻ ഇബ്രാഹിം. സുഫിയാൻ അബു സുബൈറിനെ തൊട്ട്, അബു സുബൈർ ഇബ്രാഹിമിനെ തൊട്ട്. അങ്ങനെ ഹദീസ് വായിച്ചു. ഹദീസ് വായിച്ചപ്പോൾ ഇമാം ബുഖാരി കുട്ടിയാണ്, അന്ന് 11 വയസ്സാണ്. ഇമാം ദാഖിലി എന്നാൽ അന്നും ഇന്നും ലോകത്ത് അറിയപ്പെടുന്ന ഹദീസ് പണ്ഡിതനാണ്. അപ്പോൾ ഈ കുട്ടി സദസ്സിലുണ്ട്, വലിയ വലിയ കിബാരിങ്ങളായ ആളുകളുണ്ട്. അങ്ങനെ സുഫിയാൻ അബു സുബൈറിൽ നിന്ന് അബു സുബൈർ ഇബ്രാഹിമിനെ തൊട്ട് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസിന്റെ സനദ് ഇങ്ങനെ വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടി, അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല ഇല്ല, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് ഉദ്ധരിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു ചെറിയ കുട്ടി, 11 വയസ്സായ ഒരു കുട്ടി ഇമാം ദാഖിലിയുടെ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ ഹദീസിന്റെ സനദിൽ കയറി ഇടപെടുകയാണ്. അബു സുബൈർ ഇബ്രാഹിമിനെ കണ്ടിട്ടുമില്ല, അബു സുബൈർ ഇബ്രാഹിമിൽ നിന്നോട്ട് ഉദ്ധരിച്ചിട്ടുമില്ല, അതുകൊണ്ട് ആ സനദ് തെറ്റാണ് എന്ന് പറഞ്ഞു. ഇമാം ദാഖിലിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതം തുറിച്ചു നോക്കിയെന്നാണ്. ഇത്ര പോകുന്ന കുട്ടി ഇടപെടുന്നത് കണ്ടിട്ട്. അപ്പോൾ കുട്ടി നിശ്ചയദാർഢ്യത്തോടു കൂടെ പറയാണ്, ഇങ്ങനെ ഉണ്ടാവില്ല, ഒരിക്കലും അബു സുബൈർ ഇബ്രാഹിമിൽ നിന്നും ധരിക്കൂല, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങളെ കയ്യിൽ അസ്ല് സനദിന്റെ കോപ്പി ഉണ്ടെങ്കിൽ പോയി പരിശോധിക്കുക. അങ്ങനെ ഉസ്താദ് നേരെ ദർസ് നിർത്തി ദർസിൽ നിന്ന് എണീറ്റ് പോയി. ആളുകൾ, ആയിരക്കണക്കായ ആളുകൾ കാത്തിരിക്കുന്നു. ഉസ്താദ് എണീറ്റ് പോയി. പിന്നെ തിരിച്ചു വന്നു. ഇരിപ്പിടത്തിൽ ഇരുന്നപ്പോൾ ചോദിച്ചു, ഗുലാം, എന്നാ പിന്നെ എങ്ങനെയാണ് മോനെ സനദ് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ്, അബു സുബൈർ സുഫിയാൻ അബു സുബൈറിൽ നിന്ന് അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് അങ്ങനെയല്ല സനദ്. സുഫിയാൻ സുബൈറിൽ നിന്ന്, സുബൈർ ബിൻ അദിയാണ്, അബു സുബൈർ അല്ല. സുബൈറാണ് ഇബ്രാഹിമിൽ നിന്ന്, അബു സുബൈർ അല്ല. അബു സുബൈർ വേറെ, സുബൈർ വേറെ. ഇത് സുബൈർ ബിൻ അദിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ദാഖിലി റളിയല്ലാഹു അൻഹു അത്ഭുതസ്തബ്ധനായി. ഇമാം ദാഖിലി പറയാണ്, ജീവിതത്തിലുണ്ടായ ഏറ്റവും ആദ്യത്തെ അനുഭവമാണ്. 11 വയസ്സായ കുട്ടിയാണ്. സനദ് എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു കീറാമുട്ടിയായ ഒരു സംഗതിയില്ല. ഹദീസിന്റെ സനദ് പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ എന്റെ സനദ് പറയാൻ പറഞ്ഞ പ്രശ്നമാണ്. ചിന്തിക്ക്, സനദ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. നമ്മളെ നാട്ടിൽ ഒരു സനദിന്റെ ചർച്ച നടന്നിട്ട് 6-8 കൊല്ലമാണല്ലോ സനദ് കൂടിയത്. ഒരു സനദ് നിങ്ങൾ ചിന്തിച്ചോക്ക്. അപ്പൊ ഇത് സനദ് എന്ന് പറഞ്ഞ പ്രശ്നമുള്ള സംഗതിയാണ്. അത് ഒരു സനദിനെ പറ്റിയ, ഒരു സനദിന് വേണ്ടിയാണ്. ഒരു സനദ് പറയാത്തത് കൊണ്ടാണ് ഒരു സനദുമ്മൽ 8 കൊല്ലം മലയാളക്കരയിലെ മുസ്ലിമീങ്ങൾ കൂടേണ്ടി വന്നത്.
ഇത് ലക്ഷക്കണക്കായ ഹദീസിന്റെ സനദാണ്. അതിലൊക്കെ ഉള്ള റിജാലുണ്ട്. ആ റിജാൽ എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളല്ല. ഒരാളാണ് പറയുമ്പോൾ ഈ സുബൈർ എന്ന് പറഞ്ഞാൽ പോരാ. സുബൈർ ആര്? സുബൈറിന്റെ വാപ്പാര്, സുബൈറിന്റെ അമ്മാര്, തറവാടിന്റെ രീതിയുണ്ട്. ഇതൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരായുസ് മുഴുവനും ചിലപ്പോൾ 10 ഹദീസിന്റെ സനദ് പഠിക്കേണ്ടി വരും. അന്ന് ഇമാം ബുഖാരി തങ്ങൾക്ക് 70,000 ഹദീസ് സനദടക്കം അറിയും. അന്ന് 11ാമത്തെ വയസ്സിൽ 70,000 ഹദീസ് ബിൽ അസാനീദ് സ്വഹീഹായ സനദടക്കം 70,000 ഹദീസ് അന്ന് മനപ്പാടമുണ്ട് മഹാനായ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇത് ലോക ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ടവര്, അത് 11ാമത്തെ വയസ്സിലാണ്. അതായത് ഇത് ഞാൻ പറയാനുള്ള കാരണം, മക്ക വിടുന്നതിന് മുമ്പ് തന്നെ നിറഞ്ഞ ബുഖാറ വിട്ട് 16ാമത്തെ വയസ്സിൽ മക്കയിലേക്ക് പോവാം. അതിനു മുമ്പ് തന്നെ നിറഞ്ഞ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഒരു നിലയ്ക്ക് ഒരു പ്രത്യേകതയുമുണ്ട്. ബാപ്പ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്, വലിയ മലയാളിയാണ്. ബാപ്പ ഇമാം ബുഖാരി മലയാളിയാണ്, വലിയ പൈസക്കാരനാണ്, വലിയ മലയാളിയാണ്. കണ്ടവർക്ക് മുഴുവനും ദാനം ചെയ്യും. ഇപ്പോഴും വരുമാനം, നല്ല വരുമാനമുള്ള. പക്ഷേ ഇമാം ബുഖാരി വളരെ സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർക്ക് ബസറ ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചപ്പോൾ അക്കാലത്തെ ബസറയിലുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്ന് പരിശോധിച്ച്, ബഹുമാനപ്പെട്ട എൻ്റെ രോഗത്തിനെ പരിശോധിച്ചപ്പോൾ ഇവർ പറഞ്ഞ്, രോഗം വേറെയൊന്നുമല്ല, ഈ മനുഷ്യന്റെ കുടല് ചുരുങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ രോഗം വന്നത്. അപ്പൊ ഇനി എന്താ മരുന്ന് എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ്, ഉണക്കറൊട്ടി ഒറ്റക്ക് കഴിക്കരുത്, കറി കൂട്ടി കഴിക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കറിയുടെ രുചി എന്താണ് 40 കൊല്ലമായിട്ട് എനിക്കറിയൂല. 40 കൊല്ലമായി ഉണക്കറൊട്ടി അല്ലാതെ നിന്നിട്ടില്ല. അതുകൊണ്ട് കുടല് ചുരുങ്ങിപ്പോയതാണ്. എന്നാ വലിയ മുതലാളിയാണ്, വലിയ പൈസക്കാരനാണ്. ചിന്തിച്ചു നോക്ക്. കണ്ടവർക്ക് മുഴുവനും ദാനം ചെയ്യും. 500 ദിർഹമെങ്കിലും മുതഅല്ലിമീങ്ങൾക്ക് ഒരു മാസത്തിൽ ദാനം ചെയ്യും. ബാപ്പ വലിയ മുതലാളിയായിരുന്നു. ബാപ്പ മുതലാളി എന്ന് മാത്രമല്ല, ബാപ്പ മരിക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട വഹീദ് ബിൻ ഹഫ്സ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇമാം ബുഖാരിയുടെ ബാപ്പ ഇസ്മായിൽ മരിക്കുമ്പോൾ അവിടെ ഹാജറുണ്ടായിരുന്നു. ദഖൽതു അലാ ഇസ്മായിൽ വാലിദ് അബി അബ്ദില്ലാഹ് ഇൻദ മൗതിഹി. ഇമാം ബുഖാരിയുടെ ബാപ്പ മരിക്കുന്ന നേരത്ത് ഞാൻ സ്ഥലത്തുണ്ട്. അപ്പോൾ ഫഖാല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാ അഅലമു മിൻ മാലി ദിർഹമൻ മിൻ ഹറാമിൻ വലാ ദിർഹമൻ മിൻ ശുബ്ഹത്തിൻ. ഒരു ശുബ്ഹത്തിന്റെയോ ഹറാമിന്റെയോ ഒരു ദിർഹം എൻ്റെ മോഡലിലില്ല. വലിയ ബുഖാറ കണ്ട വലിയ ധനാഢ്യന്മാരിൽ ഒരാളായിരുന്നു ഇസ്മായിൽ. അതോടുകൂടെ മുഹദ്ദിസാണ്. ആരാണ് ഈ മുഹദ്ദിസിന്റെ ഉസ്താദ്? ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ്. 4 ഇമാമിയങ്ങളിൽപ്പെട്ട മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഇസ്മായിൽ. അവരുടെ മകനാണ് ഇമാം ബുഖാരി. വലിയ മുഹദ്ദിസാണ്, വലിയ മുതലാളിയാണ്, വലിയ സന്ദർഭമായിരുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് 16ാമത്തെ വയസ്സിൽ മക്കായിലേക്ക് ഹജ്ജിന് പോയത്. ഹജ്ജ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവര് ഉമ്മയെയും ജ്യേഷ്ഠൻ അഹമ്മദിനെയും തിരിച്ചയച്ചു. പിന്നെ ബഹുമാനപ്പെട്ടവർ മക്കായിൽ കൂടി. മക്കായിൽ ആ കൂടൽ കൂടിയത് 2 കൊല്ലമാണ്. അതായത് 16 മുതൽ 18 വരെയുള്ള വയസ്സ് മക്കായിലാണ്. മക്കായിലെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട അബ്ദുൽ വലീദ് അഹ്മദ് ബിൻ അൽ അസ്റഖി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ യസീദ് റളിയല്ലാഹു അൻഹു, ഇസ്മായിൽ ബിൻ സാലിബ് സായിഗ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അൽ അല്ലാമ ഹുമൈദി റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരെല്ലാം അന്ന് മക്കായിലെ വലിയ ദറജയുള്ള പണ്ഡിതന്മാരാണ്.
ആ പണ്ഡിതന്മാരുടെ മജ്‌ലിസിൽ നിത്യേന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പങ്കെടുത്തു. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഒരു കാര്യം മറന്നു പോകുന്നതിന് മുമ്പ്, ഇമാം ബുഖാരിക്ക് 10,000-ഓളം ഉസ്താദുമാരുണ്ട്. 10,000-ഓളം ശൈഖന്മാരിൽ നിന്ന് ഹദീസ് വാങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വലിയ വലിയ മഹാപണ്ഡിതന്മാര് മദീനയിലുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടം. ഇവരിൽ നിന്ന് തന്നെ എല്ലാ വിജ്ഞാനങ്ങളും സ്വീകരിച്ചു. മദീനയിൽ താമസിച്ചത് 6 വർഷമാണ്. ഈ 6 വർഷത്തിനിടയിൽ ബഹുമാനപ്പെട്ടവര് രചിച്ചതാണ് ബഹുമാനപ്പെട്ട താരീഖുൽ കബീർ. താരീഖുൽ കബീർ പുറത്തു വന്നപ്പോൾ ഉല്ലത്തുള്ള സനദുകളാണ്, അവരുടെ ദുഅഫിന്റെ ബേസ് എന്താണ്, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കുന്ന ഒരു കിതാബ് ലോകത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഇടയ്ക്കിടെ ദർസിൽ ഇസ്ഹാഖ് ബിൻ റാഹവൈ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു അത്രേ. ആ ദർസിൽ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കുമ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ആലോചിക്കും, പഠിച്ചവനെ എനിക്കതിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷെ വളരെ ശ്രമകരമായ ഒരു പണിയാണ്, പെട്ടെന്നൊന്നും അത് നടക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ പ്രവർത്തനത്തിൽ ബഹുമാനപ്പെട്ടവർ വ്യാപൃതനായി. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഈ 6 കൊല്ലത്തിനുള്ളിൽ വിരചിതമായതാണ് ബഹുമാനപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമായ 18ാമത്തെ വയസ്സിൽ ഖലായ സ്വഹാബ വത്താബിഈൻ. ആദ്യത്തെ ഗ്രന്ഥമല്ല, 18ാമത്തെ വയസ്സിൽ മക്കാ ജീവിത കാലഘട്ടത്തിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഖലായ സ്വഹാബത്തി വത്താബിഈൻ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് താബിഈങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹദീസിന്റെയും ഖുർആന്റെയും വിഷയത്തിലുള്ള ഗൗരവമായ ചർച്ചകൾ, അവരുടെ വീക്ഷണങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് ആ വിഷയം. ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. പിന്നെ മദീന ജീവിത കാലഘട്ടത്തിലാണ് താരീഖുൽ കബീർ എഴുതുന്നത്. താരീഖുൽ കബീറിൽ തന്നെ അതിനോട് പഠിക്കുന്ന ഒരു ഗ്രന്ഥം ഇന്നും വിജ്ഞാനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാവരും ആക്ഷേപിക്കും, ഇവൻ പഠിക്കൂല, ഇവൻ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒന്നുമില്ല, ഈ ഇങ്ങനെ ഇരിക്കും, ആരാക്ഷേപിച്ചാലും ഒന്നും മിണ്ടൂല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരിക്കൽ ആരോ ആക്ഷേപിച്ചപ്പോൾ എല്ലാവരെയും വിളിച്ചു. കുറച്ച് ദിവസമായല്ലോ നിങ്ങൾ തുടങ്ങിയിട്ട്, എൻ്റെ നേരെ ഇമാം ബുഖാരി പറഞ്ഞു, ഖദ് അക്സർതും അലയ്യ, കുറെ ദിവസമായല്ലോ എന്നെ ആക്ഷേപിക്കുന്നത്, അതുകൊണ്ട് ഫഅരിദു അലയ്യ മാ കതബ്തും, നിങ്ങളൊക്കെ എഴുതിയതൊന്ന് കാണിച്ചേരിന്നു. അപ്പോൾ അവർ 15,000 ഹദീസ് ആ ബസറയിലെ ഷെയ്ഖിൽ നിന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ആ എഴുതിയെടുത്തത് മുഴുവനും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ നോക്കി, എന്നിട്ട് ബുക്ക് അവരെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് 15,000 ഹദീസ് ആ ഇരുന്ന ഇരിപ്പിൽ സനദ് അടക്കം വായിച്ചു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അതിൽ പലതും അവരെഴുതിയ സനദല്ല. അവർ നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹിജ്റ 194 ജനിക്കുന്നത്. അതായത് 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ യാത്രകൾ ഇമാം ബുഖാരി നടത്തുന്നത്. നമ്മളെ മലബാറിന്റെ ചരിത്രത്തിൽ പോലും ആദ്യമായിരിക്കും. ഇനിയും ഹാഫിളീങ്ങൾ ധാരാളം ഉണ്ട് താനും. ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആന് അള്ളാഹു നൽകിയ വല്ലാത്ത ഒരു സംഭാവനയാണ്, തൗഫീഖാണ്. പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കി നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മക്കൾ. അതേ സമയത്ത് 70ഓളം കുട്ടികൾ അള്ളാഹുവിൻ്റെ സത്യതയിൽ പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഖുർആനും ഹദീസുമായി. അവർക്കൊരു വലിയ ചെലവ് ഒരു വർഷത്തിൽ വരും. അതിനെ നമ്മൾ ലഘൂകരിച്ച് ഒരു കുട്ടിക്ക് ഒരു സ്പോൺസറിങ് എന്ന നിലയിൽ 15,000 ഉറുപ്പിക ഒരു ഇയർലി കണക്കാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ആ ഇരട്ടി വരും. പിന്നെ അത് ആളുകൾക്ക് ലഘൂകരിച്ച് കൊടുക്കുക എന്ന നിലക്ക്. ബാക്കി ദാറുൽ ഖുർആൻ പല നിലക്കും വഹിക്കും. നിങ്ങളൊരു 15,000 ഉറുപ്പിക ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നത്, ഉസ്താദുമാർ എത്തുന്നതിന് മുമ്പ് അത് തീർക്കണമെന്ന് കമ്മിറ്റി എന്നോട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഇടക്കത് കയറി പറയുന്നത്. എല്ലാം അതിനിടയിൽ തീരുകയും വേണം.
ഒരു 15,000 ഉറുപ്പികയുടെ സ്പോൺസറിങ്. ഒരു കുട്ടിയെ ദാറുൽ ഖുർആനിലെ ഒരു കുട്ടിയെ ഏറ്റെടുക്കുക, ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു 15,000 ഉറുപ്പിക കൊടുക്കുക. അതായത് നിങ്ങളുടെ കഫാലത്തിലായിരിക്കും കുട്ടികൾ ഖുർആൻ പഠിക്കുക. ഒരു 50 കുട്ടികൾക്ക് കൂടി കഫാലത്തിന് ആളെ കിട്ടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 50 കുട്ടികൾ കൂടി കിട്ടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട TP കുറ്റ്യാടിയിൽ നിന്ന് TP മാഷെ ഒന്ന് എഴുതിയേക്കാൻ വേണ്ടി പറയും. കുറ്റ്യാടി TP ഒരു കുട്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വീകരിക്കട്ടെ. ഒന്ന് എണീക്ക്, ഒരു 5 മിനിറ്റ് കൊണ്ട് അത് തീർന്ന വിഷയത്തേക്ക്. അതവിടെ ഒരാൾ ആരാ ഒന്ന് എഴുതുക, ഷാൽ മോനെ ഒന്നത് ഒന്ന് എഴുതി. അതവിടെ വേറൊരാൾ പെട്ടെന്ന് എഴുതി 2,000. ഇനി ആരാ ഒന്നൊരു 15,000 ഉറുപ്പ്യ ഒരു അതാ അവിടെ ഷാവിലെ അതാ വേറൊരാൾ അപ്പുറത്ത് ഒരു 3-4 ആളാണ് ഇറങ്ങിക്കളെ. അത് പിന്നെ കടലാസം കൊണ്ട് പെട്ടെന്ന് എഴുതി. പെട്ടെന്ന്. ഇനി ആരാ ഉള്ളത്? ഒരു 50 കുട്ടികൾക്ക് സ്പോൺസറിങ് കിട്ടുന്നുണ്ട്. 50 കുട്ടികൾക്ക് ഒരു 15,000 ഉറുപ്പ്യ ദാറുൽ ഖുർആനിലെ ഒരു കൊല്ലത്തിനുള്ള കൊടുത്താളേ. ദാറുൽ ഖുർആൻ എന്നത് പേര് പോലെ തന്നെയാണ്. ദാറുൽ ഖുർആൻ എന്നതൊരു പേര്, ഒരു വല്ലാത്ത പേരാണ്. ആ ദാറുൽ ഖുർആനെ നിങ്ങളെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. പഴയ കാലത്ത് പിടിയേരിയൊക്കെ തന്നിട്ട് സ്വീകരിച്ചിരുന്നു ഉസ്താദുമാർ താലിമ്യങ്ങൾക്ക് പഠിക്കാൻ. ഇപ്പം അങ്ങനത്തെ സംവിധാനമല്ലല്ലോ. അപ്പം നിങ്ങളതാണ് സ്വീകരിക്കുക. ദാറുൽ ഖുർആനിൽ ഒരു കുട്ടി ഏറ്റെടുക്കുക, ഒരു 15,000 ഉറുപ്പ്യ ഒരു വർഷം കൊണ്ട് കൊടുത്താളി. എത്ര? 15,000 ഇപ്പം തന്നെ ഉടനെ തന്നെ തന്നു. അൽഹംദുലില്ലാഹ്. എന്താ പേര്? ഷബാദ് ഷർബിനാസ്. ഹജ്ജിന് പോകാൻ കരുതുന്നു. അൽഹംദുലില്ലാഹ്. എത്ര? 5. അൽഹംദുലില്ലാഹ്. 5 അല്ലേ? നോക്ക് എന്നെ നോക്ക്. 15,000. അൽഹംദുലില്ലാഹ്. പേര് പറയാൻ ആഗ്രഹിക്കാത്ത നമ്മനെ കേൾപ്പിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ വീണ്ടും ഒരു 15,000 ഷാവിലെ എഴുതിയൊക്കെ പേര് പേരൊക്കെ എഴുതിയൊക്കെ ഒക്കെ തന്നതാണ്. തന്ന പൈസയാണ് എഴുതിയൊക്കെ. കുട്ടികൾ ചെയ്തോളൂ. സൈനുൽ ആബിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അള്ളാഹു മക്കളെ സാലിഹാക്കി കൊടുക്കട്ടെ. അവിടെ പോയി നോക്ക്. അങ്ങനെ ഒരു സ്ത്രീകളെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടല്ലോ. ഒന്ന് പറയ്. ഒരു ദാറുൽ ഖുർആനിലെ ഒരു കുട്ടിയെ ഏറ്റെടുക്കി. ദാറുൽ ഖുർആനിലെ ഒരു കുട്ടിയെ ഏറ്റെടുക്കി. 2 സ്ത്രീകൾ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും വേണ്ടി ഹൈദർലി തങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അപ്പം അതിന് മുമ്പ് ഇത് തീരാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷയം നടക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരു 15,000 ഉറുപ്പിക ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൊടുക്കി ദാറുൽ ഖുർആനിലേക്ക്. ഇതാർക്കും ഓഹരി ചെയ്യാനല്ല, ഇതിന്മേൽ കമ്മീഷൻ ഇല്ല. ദാറുൽ ഖുർആൻ നിങ്ങൾക്കറിയാലോ, ഇവിടെ വയറ് പറഞ്ഞിട്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത്. വേറെ വിദേശത്ത് വരുമാനം ഒന്നുമില്ല. ദാറുൽ ഖുർആനിൻ്റെ വരുമാനം ഈ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ്. ഒരു 50 കുട്ടികൾക്ക് ആളെ കിട്ടേണ്ടതുണ്ട്. ഉസ്താദ്മാർ വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് തീർക്കുന്നത് ഇപ്പോൾ തന്നെ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയാണ്, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനിയുള്ള കസേരകൾ കുറച്ച് ഇവിടെ ഇട്ടാളി. കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വന്നോട്ടെ. അവിടെ മഴ പെയ്താൽ കൊണ്ടുപോകും. ഇനിയും പറയും. അടുത്ത അതാ അത് പോയി എഴുത്. അവിടെ ഒരാൾ എണീക്കണ് എഴുത്. മുഹമ്മദ് അത്തോളി ഒരു കുട്ടി. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരുടെ ഇവിടെ നിങ്ങൾ ബേജാറാവണ്ട. എല്ലാവർക്കും വേണ്ടി ഇത് റമളാനിൻ്റെ ഒരു സദഖയാണ്. റമളാൻ ഖുർആനിൻ്റെ മാസമാണ്. ഇത് റമളാന്റെ സദഖയാണ്. റമളാൻ ഖുർആനിൻ്റെ മാസമാണ്. അയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്. സദഖകളിൽ ഏറ്റവും വലിയ സദഖ ഏതെന്ന് മുത്തുനബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തുനബിയുടെ മറുപടി സദഖത്തു റമളാൻ, അത് റമളാനിലെ സദഖയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിലെ സദഖയാണ്.
ഒന്ന് മനസ്സിരുത്തി കൊടുക്കി ദാറുൽ ഖുർആനിലേക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറേ ഉള്ളൂ, അത് നിങ്ങൾക്ക് നേട്ടേ ഉണ്ടാവും. വേറൊന്ന് പോലെയല്ല ദാറുൽ ഖുർആൻ. വളരെ വലിയ അത്ഭുതങ്ങൾ ആ സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അതിനെ സഹായിച്ചവർ വളരെ നന്നായിട്ടുണ്ട്, അതിനെ നിന്ദിച്ചവർ നിസാരപ്പെട്ടു പോയിട്ടുണ്ട്. രണ്ടും എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറുൽ ഖുർആനെ നിസാരപ്പെടുത്തിയവർക്ക് വലിയ ആപത്തും നിന്ദ്യതയും ഉണ്ടായിട്ടുണ്ട്. ആർക്കും നിന്ദ്യതയെ ദാറുൽ ഖുർആനെ നിന്ദിച്ചതുകൊണ്ട് നിന്ദ്യത ഉണ്ടായവരുമുണ്ട്. അതൊരു കുടുംബം പരിശുദ്ധ ഖുർആനോടാൻ വേണ്ടി ഖാലിസായി വഖഫ് ചെയ്ത ഒരു ഭൂമി, ഒരു ഉറുപ്പിക ശുബ്ഹത്തിന്റെ മുതലില്ല, നമ്മളെ ഏൽപ്പിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് ഞങ്ങളെ ഏൽപ്പിച്ച് അതിൽ പടുത്തുയർത്തിയതാണ്. ഒരു 15,000 റുപ്യ ഏറ്റെടുക്കി. എത്ര കുട്ടികളായി? എത്ര കുട്ടികളായി? എത്ര? 10. അതുപോലെ ഒരു 50 കുട്ടികളെ ഏറ്റെടുക്കണം. ഒരു 15,000 റുപ്യ കൊല്ലത്തിൽ കൊടുത്താൽ മതി. വീണ്ടും സ്ത്രീ 2 സ്ത്രീകൾ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കഫാലത്തിൽ ഒരു ഖുർആൻ പഠിക്കുന്ന കുട്ടിയെ ഏറ്റെടുക്കി, ദാറുൽ ഖുർആനിലെ കുട്ടിയെ. അത് നിങ്ങൾക്ക് വലിയ ഖൈറുണ്ടാവും, അതിൽ വലിയ ഖൈറുണ്ടാകും. സുബഹിയുടെ മുമ്പ് എണീറ്റ് കുട്ടികൾ തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹിന്റെ കലാം പഠിക്കുന്ന സാധുക്കളായ മക്കൾ സുബഹിയുടെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച്, സുബഹിയുടെ മുമ്പ് മക്കൾ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു 15,000 ഉറുപ്പിക ഒരു കൊല്ലം കൊണ്ട്. അത് അവിടെ ഒരാള് സിനിമ, അവിടെ ഒരാൾ ഒരു 15,000 ഉറുപ്പിക എല്ലാ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സാധുക്കളായ മക്കൾ ദ്വാരക്കും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആപത്ത് തടയാൻ അത് മതിയാവും. നിങ്ങളെ രോഗം വരാതെ സംരക്ഷിക്കപ്പെടാൻ അത് മതിയാവും. ഇനിയും നോക്ക്, ഇനിയും അതവിടെ ശ്രദ്ധിക്കാൻ എഴുതിയൊക്കെ ഉള്ള കിട്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടല്ലോ, വേണ്ട അവിടെ എഴുതിയൊക്കെ. ഇനിയും പറയും. ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ഒന്നുകൂടി പറയാൻ വേണ്ടി ഷാവില്ലേ, അവിടെ സ്ത്രീ വളണ്ടിയർമാരോട് ഒന്ന് അന്വേഷിക്കാൻ പറയും. ഒരു 50 ആൾ ഇപ്പം ആവണം ബാബാട് ഉസ്താദ് വരുന്നതിന് മുമ്പ്. അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിമിഷങ്ങൾ കൂടെ ഐതങ്ങൾ ഇവിടെ എത്തും. ദാദാ വേറൊരാൾ അത് എൻ്റെ അടുത്ത് നോക്ക്. ഒരു പറയ് ഇതാ വാങ്ങിക്കോ, അത് വാങ്ങിക്കോ. ഒരു 15,000 ഉറുപ്യ ഒരു കൊല്ലം കൊണ്ട് കൊടുക്കി. ഒരു കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. 15,000 ഉറുപ്യ ഒരു കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. ഇത് റമളാനല്ലേ, നാളെ ചിലപ്പോൾ റമളാൻ അല്ലാതെ ഇരിക്കലോ. ഇത് ലാസ്റ്റായിക്കൂടെ? കാപ്പാട്ടുകാരൊക്കെ ഇന്നലെ തന്നെ കച്ച കെട്ടിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലാ തങ്ങളെ ഞാൻ കണ്ടിട്ടില്ലട്ടാ. എന്നോട് നന്ദിന്ന് ബഷീർ പറയാണ്, ഞങ്ങള് അസറിന് ശേഷം കാപ്പാട് പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എങ്ങനെങ്കിലും മാസം കാണാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും. അൽഹംദുലില്ലാ നമുക്ക് 30 കിട്ടട്ടെ. അതേസമയത്ത് 29 മാസം കണ്ടാൽ അതാണ് അതിൻ്റെ ത്രില്ലും. മറ്റത് ആദ്യമാണ്. നാളെ രാവിലെ ചോറ് കഴിക്കാൻ പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ത്രില്ല് തന്നെയാണ്. നാളെ രാവിലെ ചോറ് കഴിക്കാൻ വേണ്ടി പറയാല്ല കേട്ടാ, ഞാൻ അങ്ങനെ വിചാരിക്കണ്ട. ഏതായാലും 30 നോമ്പ് വെച്ചാലും 29 നോമ്പ് വെച്ചാലും അള്ളാഹു മാസത്തിൻ്റെ കൂലി തരുമോ? ഞാൻ എല്ലാവരും ബേജാറാവും വേണ്ട. 30 കിട്ടിയാൽ അൽഹംദുലില്ലാ, കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അള്ളാഹിൻ്റെ റഹ്മത്താണ്. 29 ആക്കിയാലും റഹ്മത്താണ്, 30 ആക്കിയാലും റഹ്മത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് തുറന്നു തരട്ടെ. അപ്പോൾ എല്ലാവരും ഇത് ഇന്നത്തെ ചിലപ്പോൾ ഇന്നും കഴിയാലോ. ഇത് ലാസ്റ്റ് നോമ്പായാലോ. നാളെ നാളെ പെരുന്നാളാണെങ്കിൽ ഈ പതിലില്ലല്ലോ. നാളെ ശവ്വാലായാൽ റമളാന്റെ പതിലില്ലല്ലോ. ഒരു 15,000 ഉറുപ്പിക ഒരു കൊല്ലം കൊണ്ട് കൊടുക്കി. ഒരു കൊല്ലം കൊണ്ട് അതും നടന്നു പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വയറ് മുടക്കി. നിങ്ങൾക്ക് തോന്നരുത് ഞാൻ ഇതാണല്ലോ വലിയ കാര്യം. അങ്ങനെയല്ലേ ഇത് നടന്നു പോണത്. ഒരു 15,000 ഉറുപ്യ ഒരു കൊല്ലം കൊണ്ട് കൊടുക്ക്.
ഒരു 15,000 ഉറുപ്പ്യ ഒരു കൊല്ലം കൊണ്ട് റിസീവർമാരില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് കിട്ടുന്നതായി ദാറുൽ ഖുർആൻ നടക്കാനുള്ളൂ. റിസീവർമാരില്ല, ഒന്നുമില്ല. കൊടുക്ക്. ആ സ്ത്രീകളെ ഭാഗത്തേക്ക് നോക്കി, ആ സ്ത്രീകളെ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആ സ്ത്രീ വളണ്ടിയർമാരൊന്ന് ശ്രദ്ധിക്ക്. പുന്നക്കാടൻ അലി മണ്ണാർക്കാട്, ഷംസുദ്ദീൻ ദാരിമി വയനാട്, ടീം ഉമ്മർ കണ്ണൂർ, റഹീമാജി കട്ടിപ്പാറ, KP ഷാജഹാൻ തിരൂര്, KK റിയാസ് ആറിസ്, ഇസ്മായിൽ പുത്തൂര്, MC സിദ്ദീഖാജി, ഇതൊക്കെ കുട്ടികളെ ഏറ്റെടുത്തവരാണ്. മുഹമ്മദ് CK അത്തോളി, ലബീബ് എവിടെ, കടലുണ്ടി, ഒക്കെ ദുആ ചെയ്യും. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. എല്ലാ ബിഹഖ് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. വായിക്കാതെ പോണ്ടട്ടോ സിനിമ, എന്തിട്ടാണ് വായിക്കാൻ കൊണ്ടുവന്നു. അബ്ദു ഹാജി വേങ്ങര, കുഞ്ഞു മുഹമ്മദ് പടിക്കൽ, കോയാജി കോടമ്പുഴ, റൌഫ് കേട്ടി എവിടെ, മാനിപുരം, MT മുഹമ്മദ് എവിടെ, കാരത്തൂര്, കാരത്തൂരോ കാരന്തൂരോ, കാരത്തൂര്, മുസ്തഫ CK കൂത്തുപറമ്പ്, മുഹമ്മദ് റാഫി പേരാമ്പ്ര, ജാഫറോ പൈങ്ങാട്ടുപുറം, ആലിക്കോയ, വെള്ളിമാട് കുന്ന്, ഹംസ വടകര, എന്നിടയിൽ വിട്ടുപോരുത് മോനെ, ഫൈസല് പെരിന്തൽമണ്ണ, സെന്തി UP, നെല്ലിക്കാപ്പറമ്പ്, സായിദ്, സിയാദ് ഒളവണ്ണ. എത്ര തന്നാലും കൊടുക്കും. അതെ നോക്ക് നോക്ക് സിദ്ദീഖ, ആളോട് ചോദിച്ച് വാങ്ങിച്ച് ഒരാളെ കിട്ടുമ്പോഴത്തേന് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല വേണ്ട. നിർത്തും. PT മുഹമ്മദ് പിലാത്തോട്ടത്തിൽ, ആവിലോറ, അബ്ദുറഹ്മാൻ എരച്ചമ്പള്ളി, ചേരാപുരം വലകെട്ട്, K മുഹമ്മദ് മോന് കള്ളിക്കൽ ഹൗസ്, കാരത്തൂര്, AT ബാപ്പുട്ടി, പള്ളിക്കൽ ബസാർ, PP അബ്ദുറഹ്മാന്, കുറ്റിക്കാട്ടൂര്, KP ആയിഷ, ചളിക്കോട്, തക്വ പുതിയങ്ങാടി, കോഴിക്കോട്. ഖത്തറിന് എന്താ? ഹലോ, ഖത്തറിൽ നിന്ന് നിസാർ ലൈവായിട്ട്, ഖത്തറിൽ നിന്ന് നിസാർ ഒരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ യൂട്യൂബിൽ പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങളൊക്കെ ദാറുൽ ഖുർആനോട് സഹകരിക്കണം. ദാറുൽ ഖുർആൻ സാധുവായ സ്ഥാപനമാണ്, അതിന് സഹകരിക്കണം. നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ്. അസ്മാ NV പയ്യാനക്കര്, അബ്ദുള്ള മാത്തറ, സാധുവായ സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ, അതിന് സഹായിക്കണം. അബ്ദുൽ നാസർ പുത്തലൻ കീശ്ശേരി, തൊലഹത്ത് PP പന്തപ്പിലാക്കൽ, മീനാച്ചി സുൽത്താൻ ബത്തേരി, അബ്ദുസലാം ദാരിമി
കൊളവലം ചീക്കോട്, കെ മുഹമ്മദ് മൗലവി, മോനെ ഇതിൻ്റെ ഇതൊന്ന് പറയും. ഇതെന്ന് പൊയിലൂരോ പോലോ എന്താണ് പോലൂരാ പോലൂര്, ചേക്കുയം, മോഴിക്കൽ, വീമ്പൂര്, ഓ മുഹമ്മദ് മാസ്റ്റർ ഉദയമംഗലത്ത് പുള്ളാവൂര്, മുഹമ്മദ് റാഫി കുറ്റിക്കാട്ടൂര്, ഇബ്രാഹിം ഹാജി ഉമ്മത്തൂര്, റഷീദ് എളയറ്റിൽ വട്ടോളി, റഷീദ എളയറ്റിൽ വട്ടോളി, റഷീദ് പള്ളിക്കൽ ബസാർ, സലീം PC പന്തീരങ്കാവ്, ദാറുൽ ഖുർആൻ എല്ലാവരും സഹായിക്കണം. ദാറുൽ ഖുർആനെ എല്ലാവരും സഹായിക്കണം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട ടി സിദ്ദീഖ് നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നമ്മുടെ വേദിയിലെത്തി. പ്രസിഡന്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സേവനം സ്വീകരിക്കുകയും അള്ളാഹു അവർക്കും നമ്മുടെ നേതാക്കന്മാർ എല്ലാ രംഗത്തും സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി അധ്വാനിക്കുന്ന മതരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ എല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും റമളാൻ്റെ പവിത്രമായ പുണ്യവും എല്ലാം അള്ളാഹു തആല അവർക്കും നമുക്ക് നൽകട്ടെ. കെ മുഹമ്മദ് ഹാജി വളവട്ടൂര്, രോഗമാകാൻ വിഷമങ്ങൾ നീങ്ങാൻ ഒരു സഹോദരി 6666 ഖദീജ എന്ന സഹോദരി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. എല്ലാ രോഗവും അള്ളാഹു തആല പരിഹരിക്കട്ടെ. എൻ്റെയും എൻ്റെ ഭാര്യ പിതാവിൻ്റെയും മഗ്ഫിറത്തിന് വേണ്ടിയും മക്കൾ സാലിഹാൻ വേണ്ടിയും മക്കൾക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ 15000 രൂപ ദാറുൽ ഖുർആനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഭാര്യ പിതാവിന് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിനും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മക്കളെ അള്ളാഹു സാലിഹാക്കി കൊടുക്കട്ടെ. മക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും എല്ലാം അള്ളാഹു അവർക്കും മക്കൾക്കും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. കുഞ്ഞിമായിൻ നല്ലളം, മുഹമ്മദ് അലി ചന്ദ്രോത്തമൻ, ഹസ്ബീന കുറ്റിക്കാട്ടിൽ കുളക്കാട് പൂക്കാടാ പുറ്റക്കാട്, അത് പൂക്കാടല്ലേ പുറ്റക്കാട്. ഇബ്രാഹിം നാഫി പരപ്പംപോയിൽ, ഹലീമ കാരശ്ശേരി, നൗഷാദ് ചെലവൂര്, സുൽത്താൻ തെന്നല, ആയിഷ കൊടുവള്ളി, മുഹമ്മദ് കോയ പുറ്റേക്കാട്, അബ്ദുള്ള കുട്ടി ചേലേമ്പ്ര, അബ്ദുസ്സലാം വടകര, ഓക്കെ അബ്ദുൾ റഷീദ്, എവിടെ ഫാറൂഖ് നമ്മളെ റഷീദ്, യൂട്യൂബിൽ വന്ന് എവിടെയാ കേച്ച് എവിടുത്തെ ആളാ? അനീഷ് കേച്ച് ഇപ്പോൾ യൂട്യൂബിലൂടെ വന്ന ഓഫറാണ്. അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളും എല്ലാവർക്കുമുള്ള പ്രയാസം അള്ളാഹു നീക്കട്ടെ. ഇതല്ലാത്തൊരു സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഇതല്ലാത്തൊരു സമയം ഇല്ല. എല്ലാവരും ഇത് ഏറ്റെടുക്കണം. കാരണം ദാറുൽ ഖുർആൻ എല്ലാവരും സഹായിക്കണം. എല്ലാവരും ആയോ മോനെ? അതായോ? ആയിട്ടില്ലെങ്കിൽ ഇപ്പം അത് ബാക്കി ആക്കണം. അതിനെ ഞാൻ പറയുന്നത്. എണ്ണി നോക്ക്.
ആയിട്ടില്ലെങ്കിൽ അത് ആക്കണം, പരിഹരിച്ചിട്ടണം. എണ്ണി നോക്ക്. എല്ലാവരും അതിനെ സഹായിക്കണം. ദാറുൽ ഖുർആനെ എല്ലാവരും സഹായിക്കണം, എല്ലാ നിലക്കും സഹായിക്കണം. എവിടെയാണ് അയാൾ? അഡ്രസ് ഇട്ടില്ല. എന്താണ് പേര്? അനീഷ്. അനീഷ് എന്തോ യൂട്യൂബിലൂടെ വന്നോ? ഖത്തറിൽ നിന്ന് ഒരാൾ വന്നു. ഖത്തറിലുള്ള വിഷമങ്ങളൊക്കെ അല്ലാഹു തആല പരിഹരിക്കട്ടെ. അവിടെ മാത്രമല്ല, എവിടെ GCCയിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലാഹു അത് പരിഹരിക്കുകയും നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന എല്ലാ വളർച്ചയും വികാസവും സമ്പത്തും വരാൻ ഒരു കാരണം ഗൾഫ് അവരുടെ വാതിൽ തുറന്നതാണ്. അല്ലാഹു ഒരു പ്രയാസം ഇല്ലാതെ അവിടെ നിഅമത്ത് അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. എമ്പാടും മലയാളികളോടുള്ള വല്ലാത്തൊരു ബന്ധമാണ് GCC രാഷ്ട്രങ്ങൾ എക്കാലത്തും അനുവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഭരണകൂടങ്ങളൊക്കെ മാറി വന്നു, എന്നാലും അവരുടെ നയം എന്നും ഇന്ത്യക്കാരോട് ഒന്നാണ്. അത് അവരെ വല്ലാത്തൊരു മനസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടുകളിൽ ഒരു പ്രയാസം ഇല്ലാതെ അല്ലാഹു ആ നാടിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ. അവിടെ ഉരുണ്ടുകൂടുന്ന പ്രശ്നങ്ങൾ അല്ലാഹു ഇല്ലാതാക്കട്ടെ. പരസ്പരം തോളുരുമ്മി സ്നേഹിതന്മാരാകാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. പിന്നെ ഇത് പറഞ്ഞതുപോലെ ദാറുൽ ഖുർആനെ സഹായിക്കാൻ കഴിയുന്നവരെല്ലാം ദാറുൽ ഖുർആനെ സഹായിക്കണം. ദാറുൽ ഖുർആൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, അതാരും മറക്കരുത്. യൂട്യൂബിലൂടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, സദസ്സിലുള്ളവർ, ബന്ധുക്കൾ, ഫോണിൻ്റെ അകലത്തുള്ളവർ എല്ലാവരും ദാറുൽ ഖുർആനെ സഹായിക്കണം എന്ന് താഴ്മയോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സ്ത്രീ ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈമാനോടുകൂടി മരിക്കാൻ അവർക്ക് തൗഫീക്ക് കൊടുക്കട്ടെ. നമുക്കും ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരളമേത്തോലുമയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളും ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട MC മൈനാജി നമ്മുടെ സദസ്സിലേക്ക് വരുന്നു, വേദിയിലേക്ക് വരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട കെ കോയ സാഹിബ് എക്കാലത്തും നമ്മളെ കൂടെയുള്ള ഒരാളാണ്. അദ്ദേഹം ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രവർത്തകനാണ്. പാഴൂർ ദാറുൽ ഖുർആൻ്റെ ട്രഷററാണ്. ഒരു കുട്ടിയുടെ ചെലവിലേക്ക് സാജിദ് PK കല്യാണം കഴിഞ്ഞ് മകന് കുഞ്ഞുണ്ടായിരുന്നില്ല. ഇക്കൊല്ലം കഴിഞ്ഞ തവണ ചെലവിലേക്ക് ഏറ്റതാണ്. ഇക്കൊല്ലം റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മരുമോൾ ഗർഭിണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ സന്താനത്തെ കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും ഒഴിവാക്കി കൊടുക്കട്ടെ. സാലിഹായ സന്താനത്തെയും അല്ലാഹു തആല നൽകട്ടെ. സാജിദ് PK 2 ആൺമക്കളുണ്ട്. അബ്ദുൽ അസീസ് കാന്തപുരം മദ്രസ മുഅല്ലിമാണ്. ചോയ്മഠം കാന്തപുരം ഒരു മദ്രസ മുഅല്ലിമായ സാർ. ഒരു 9 ആളെയും കൂടെ കമ്മിയുണ്ട്. ഒരു 9 ആളെ കമ്മിയുണ്ട്. എന്നാൽ ആ വിഷയം പോലും ഒന്ന് വെച്ച് കേൾക്കാം. അൽഹംദുലില്ലാ മതി. ഒന്ന് വെച്ച് കേൾക്കാം. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ബിച്ചു കോയക്കാം. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ബിച്ചു കോയക്ക ഒരു കുട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്കും ഉമ്മാക്കും മഗ്ഫിറത്ത് നൽകട്ടെ. ഇതവർ മദ്രസ മുഅല്ലിമായ ഒരു സാധുവായ സഹോദരൻ. 2 ആൺമക്കളുണ്ട്. 2 കുട്ടികളും ഹാഫിളാവാനും അപകടത്തിൽ മരണപ്പെട്ട സഹോദരൻ്റെ പരലോക ഗുണത്തിനും വേണ്ടി ദുആ ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഹാഫിളായി തീരണം. അപകടത്തിൽ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ മഗ്ഫിറത്തിനും വേണ്ടി ഒരു കുട്ടി ഏറ്റെടുത്ത് 15,000 രൂപ. അബ്ദുൽ അസീസ് മുസ്ലിയാർ കാന്തപുരം വലിയ പറമ്പ് ചോയ്മഠം നമ്മുടെ മദ്രസ മുഅല്ലിമാണ്. ഒരു സഹോദരൻ ദാറുൽ ഖുർആനിലേക്ക് 2 കട്ടിൽ മാതാപിതാക്കളെ പരലോക ഗുണത്തിനും മകളുടെ വിവാഹം പെട്ടെന്ന് ശരിയാവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മകളെ വിവാഹം അല്ലാഹു തആല പെട്ടെന്ന് ശരിയാക്കി കൊടുക്കട്ടെ.
ഒരു കുട്ടിയുടെ ചെലവിലേക്ക് ഒരു സഹോദരൻ 15,000 റുപ്യ വേറെ. അബ്ദുൽ മജീദ് കരീറ്റിപ്പറമ്പ് ഒരു കുട്ടിയെ 15,000 റുപ്യ. എന്താ ബഹുമാനപ്പെട്ട ടിപിയുടെ കുട്ടി എംകോമിന് പഠിക്കുകയാണ്, ഹാഫിളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അള്ളാഹു നമുക്ക് ഈ അടുത്ത കാലത്ത് ചെയ്ത നിഅമത്താണ്. വിവിധങ്ങളായ തലങ്ങളിൽ പഠിക്കുന്ന IAS വരെ പഠിക്കുന്ന ആളുകൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അള്ളാഹുവിനൊക്കെ ഈ അടുത്ത കാലത്ത് ചെയ്ത വലിയ നിഅമത്താണ്. സിവിൽ സർവീസ് അബ്ദുൽ ഖാദർ കോഴിക്കോട് ക്ലാസ്സിന് നൽകും 500 റുപ്യ. കോഴിക്കോട് ക്ലാസ്സിൽ നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സദഖയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. പിതാവിന് സുഖമില്ല, അള്ളാഹു തആല ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകും. മകൻ ദാറുഹുദയിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് അള്ളാഹു നല്ല വിജ്ഞാനം, നല്ല സമുദായത്തിനും കുടുംബത്തിനും നാട്ടിനും ഉപകരിക്കുന്ന നല്ല മോനായി അള്ളാഹു തആല മാറ്റി തരട്ടെ. സഹോദരൻ ഖത്തറിൽ എന്തോ പ്രയാസം, അള്ളാഹു ആ പ്രയാസത്തെ നീക്കി കൊടുക്കട്ടെ. ഒരു കുട്ടിയുടെ ചെലവ് മാമുക്കാജിയുടെ ജേട്ടൻ മുഹമ്മദ് കോയാജി സുഖമില്ലാതെ കിടക്കുകയാണ്, ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഒരു കുട്ടിയുടെ ചെലവിലേക്ക് 15,000 റുപ്യ മാമുക്കാജി ഞാൻ 5,000 റുപ്യ വേറെ തന്നിട്ടുണ്ട്. ഷാവുലേ മാമുക്കാജി കഴിഞ്ഞ ആഴ്ച ഒരു 5,000 റുപ്യ വേറെ തന്നിട്ടുണ്ട്. ഇത് 15,000 റുപ്യ വേറെ. മാമുക്കോയാജിയുടെ ജേട്ടൻ മുഹമ്മദ് കോയാജി സുഖമില്ലാതെ കിടക്കുകയാണ്. മാമുക്കോയാജി കോഴിക്കോട് നമ്മളെ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. സമസ്തയുടെ ഒരു മുന്നണിപ്പോരാളി എന്നതിന് പുറമെ കോഴിക്കോട്ടെ ഒരു അത്താണിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജേട്ടൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു തആല ശിഫ നൽകട്ടെ. അള്ളാഹു ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് സമ്പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സമ്പൂർണ്ണ ശിഫ നൽകട്ടെ. അതെ ഇബ്രാഹിം എൻ നാലകത്ത് ഹൗസ് തൈലക്കടവ് ചേളാരി. അള്ളാഹു തആല എല്ലാ പ്രയാസവും നീക്കി കൊടുക്കുകയും മക്കളെ അള്ളാഹു സാലിഹാക്കി കൊടുക്കുകയും സാലിഹ സന്താനങ്ങളെ കൊടുക്കുകയും എല്ലാ ഖൈറും അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുകയും ചെയ്യട്ടെ. ആനക്കുഴിക്കര അബ്ദുള്ള ഹാജിയുടെ മകൻ മുനീർ ഹാജി സുഖമില്ലാതെ ബേബി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല നീക്കി കൊടുക്കട്ടെ. ഓസി അബ്ദുറഹ്മാൻ ബാക്കവി മുക്കം, ഒരു കുട്ടി ഓസി അബ്ദുറഹ്മാൻ ബാക്കവി മുക്കം ഒരു കുട്ടിയുടെ ചെലവ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സ്വതക്കയും സ്വീകരിക്കട്ടെ. എല്ലാവരും ദാറുൽ ഖുർആൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. എല്ലാ കൊല്ലം നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ്. അതോടുകൂടെ നമ്മൾ വിജ്ഞാനം സമ്പാദിക്കും. പിന്നെ ഒരുപാട് മക്കൾക്ക് വിജ്ഞാനം സമ്പാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഈ കുട്ടികൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ മക്കൾ പരിശുദ്ധ ഖുർആന്റെ ഹാഫിളീങ്ങളാണ്. 37 മക്കൾ പരിശുദ്ധ ഖുർആന്റെ ഹാഫിളീങ്ങളായ മക്കൾ ഈ വർഷം ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് നിമിഷങ്ങൾക്കകം സനത് വാങ്ങുകയാണ്. ഈ മക്കൾ ഇനി വിജ്ഞാനത്തിൻ്റെ മഹാവിസ്ഫോടനങ്ങളായി സമൂഹത്തിൽ വരും. കുറഞ്ഞ കൊല്ലം കൊണ്ടപ്പോൾ ഇപ്പോൾ അവർ അതിൻ്റെ തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈസ പത്തിനാ വാങ്ങിക്കളി മോനെ. ഹഫ്സ ബീവി അത്തോളി അല്ലേ? ഹഫ്സ ബീവി അത്തോളി. ഹഫ്സ ബീവി അത്തോളി. അഹമ്മദ് ബഷീർ നല്ലളം. അഹമ്മദ് ബഷീർ നല്ലളം 10,000 റുപ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വതക്കയും സ്വീകരിക്കട്ടെ. ഫാത്തിമ പൊറ്റമ്മൽ 7,500 റുപ്യ. ഫാത്തിമ